എന്താ കുറെ കളറൊക്കെ ഉണ്ടല്ലോ, എന്താ ഈ പ്ലാൻ ചെയ്യുന്നത്? ഇത് സൈഡ് ടേബിൾ ആണ്. ഇതിന്റെ പെയിന്റ് കാര്യങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്യാണ്. ഇതാണ് നമ്മളുടെ പെയിന്റ് യൂണിറ്റ്. പെയിന്റ് പോളിഷ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. ഈ പെയിന്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ പുട്ടി ഇടുന്നതും ഓരോ പ്രോസസ്സും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് നമ്മുടെ രാജേഷ് ചേട്ടൻ, പുള്ളിയാണ് നമ്മളുടെ പെയിന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്നത്. ഓരോ ലെയേഴ്സ് ഓഫ് പോളിഷിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൽ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഷോ യു അറൗണ്ട്. ഇതെല്ലാം നമ്മുടെ ഫർണിച്ചേഴ്സും കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ ടൈപ്പ് ഫിനിഷിങ്ങും കാര്യങ്ങളും ചെയ്ത് കണ്ടോ. We give utmost priority to precision. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഓരോ ജോയിൻസ് കാര്യങ്ങൾ ഫിൽ ചെയ്ത് ഓരോ കാര്യങ്ങളും മെഷർ ചെയ്ത് അതിൻ്റെ ടെക്നിക്കൽ സൈഡെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഫിനിഷിംഗ് സെക്ഷൻ ഫുള്ളി നോക്കുന്നത്. ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വെൻ വി ഡു ദ പെയിന്റ് ഫിനിഷ് ഇറ്റ് ഷുഡ് ബി ഇൻ എ വെരി ക്ലോസ്ഡ് എൻവയൺമെന്റ്. ഇപ്പോൾ കാണിച്ചു തരാം. പെയിന്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഏറ്റവും ഹാർഡസ്റ്റ് എനിമിയാണ് ഡസ്റ്റും അതിൻ്റെ അക്യുമുലേഷൻ. സോ വെൻ വി ഡു ദ പെയിന്റ് ഫിനിഷ് മേക്ക് ഷുവർ വി ഡു ഇൻ ആൻ എൻക്ലോസ്ഡ് ഏരിയ ലൈക്ക് എ പെയിന്റ് ബൂത്ത്. ഇപ്പോൾ ദിസ് ഈസ് എ പെയിന്റ് ബൂത്ത്. പുറത്തുനിന്ന് ഒരു ഡസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് വരാൻ പാടില്ല. സോ വെൻ വി എൻ്റർ വി പുട്ട് ഓൺ ദിസ്. സോ ഇതുണ്ടോ, ഒരു ഡസ്റ്റ് പോലും അകത്തേക്ക് വരില്ല. വാട്ട് എവർ ദാറ്റ്സ് ഇൻസൈഡ് ഇറ്റ് കംസ് ഔട്ട് സൈഡ്. So this is the drying area and that is the painting area. So when after we do the painting, അത് ഫുള്ളി പെയിന്റ് സെക്ഷനിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ഏരിയയിലായിട്ട്, അതായത് സീൽഡ് ഏരിയയിലായിരിക്കണം ഡ്രൈയിങ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിൻ്റെ ഫുൾ ഡസ്റ്റ് പാർട്ടിക്കിൾസും കാര്യങ്ങളും അതിൽ പിന്നീട് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. ഈ പെയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, so when we do the painting, the whole of the dust particles, the paint particles, അത് എയറിൽ ഇങ്ങനെ വന്ന് നിൽക്കും. സോ അതെല്ലാം ഈ നമ്മൾ പെയിന്റ് ചെയ്യുന്നതിൽ തന്നെ വന്ന് ഡെപ്പോസിറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓണ്ടലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ when we do the painting, make sure the whole of the particles are sucked into one place. അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സോസ്റ്റ് ഉണ്ട്. there is air that's coming out of it and there is a suction here. അതായത് ഫുൾ പാർട്ടിക്കിൾസ് ഇത് വലിച്ചെടുക്കുമ്പോൾ ദർ ഇസ് എ വാട്ടർ ബോൾ ഇൻ ദ ബാക്ക്. അതായത് ഇതിൽ നിന്ന് വെള്ളം താഴോട്ട് വരികയും ചെയ്യും. അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസ് ഇവിടെ നിന്ന് വലിക്കുന്നതുകൊണ്ട് ആ വാട്ടർ ഇറ്റ് സെൽഫ് വിൽ അബ്സോർബ് ഓൾ ദ പാർട്ടിക്കിൾസ് ആൻഡ് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. യു നോ പെയിന്റ് ഇസ് എ മോസ്റ്റ് ഹസാർഡസ് മെറ്റീരിയൽ. സോ ഇങ്ങനെയുള്ള സേഫ് എൻവയൺമെൻറ്റ് നമ്മുടെ വർക്കേഴ്സിനും സേഫാണ്. അതുപോലെ ഇത് നമുക്കൊരു മാക്സിമം ആൻഡ് ഹൈ പ്രീമിയം ഫിനിഷസും പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. സോ എനി മാനുഫാക്ചറിങ് ആൻഡ് ഇന്റീരിയർ റിലേറ്റഡ് സർവീസസ് ആൻഡ് ഡിസൈൻ സർവീസസ് യു ജസ്റ്റ് കോൺടാക്ട് us Surabhi Deco. Follow us.